തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. മൃഗശാല കോമ്പൗണ്ടിലെ മറ്റൊരു മരത്തിലാണ് കുരങ്ങുകളുള്ളത്. കുരങ്ങുകളെ തിരികെ കൂട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അഞ്ജന അനിൽകുമാർ തത്സമയം ചേരുന്നു. അഞ്ജന അനിൽകുമാർ, അഞ്ജനയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ഹനുമാൻ കുരങ്ങുകളെ? എങ്ങനെയാണ് ഇനി തിരിച്ചെത്തിക്കുക? ഈ ചങ്ങാതിയോട് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. തിരികെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? ഇനി ചാടി ചാടി പോകാനുള്ള മറ്റ് കൊമ്പുകളൊക്കെ അടുത്തടുത്തുണ്ടോ അഞ്ജന? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മൃഗശാലയിലാണ്. ഇവിടെ നിന്ന് രാവിലെ ഒരു 7 മണിയോട് കൂടിയാണ് 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയത്. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ഇപ്പോൾ കൂട്ടിൽ അവശേഷിക്കുന്നത്. ഒരു ആൺകുരങ്ങ് മാത്രമാണ് ഈ മൃഗശാലയുടെ വളപ്പിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാണാൻ കഴിയുന്ന സ്ഥലത്തൊന്നും തന്നെ കുരങ്ങിനെ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്ന് രാവിലെയോടുകൂടി മൃഗശാലയിൽ നിന്നും മറ്റ് ജില്ലകളിലേക്ക് ചാടിപ്പോവുകയായിരുന്നു. ഇവിടെയുള്ള അധികൃതർ ഇതിനെ തിരയുന്നുണ്ട്. നമ്മളാണെങ്കിലും ഈ ജില്ലകളിലും മറ്റുമെല്ലാം നോക്കുന്നുണ്ട്. എവിടെയും കുരങ്ങിനെ കാണാൻ കഴിയുന്നില്ല. 3 കുരങ്ങുകളാണ് രാവിലെ ചാടിപ്പോയത്. നമ്മോടൊപ്പം റിനു ശ്രീധർ. പുറത്തു പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. എന്നാൽ ആ ഒരു ആശങ്കയിലും അധികൃതർ നോക്കുന്നുണ്ട്. ഇതിനെ ശക്തമായി തന്നെ തിരയുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപും ഏകദേശം 1.5 വർഷത്തിന് മുൻപും ഒരു ഹനുമാൻ കുരങ്ങ് ഇവിടുന്ന് ചാടിപ്പോയതാണ്. അന്നിത് ഉണ്ടാക്കിയ പൊല്ലാപ്പുകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ആശങ്ക ഇവിടെയുള്ളവർക്കുമുണ്ട്. അതിനാൽ തന്നെ ശക്തമായി തന്നെ കുരങ്ങിനെ തിരിച്ചു കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. എൻ്റെ കൂടെ നമ്മുടെ റിപ്പോർട്ടർ റിനു ശ്രീധർ കൂടി ചേരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ റിനു പറയുന്നതായിരിക്കും. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അഞ്ജന ഈ കൂട് തുറക്കുമ്പോഴാണ് 4 കുരങ്ങുകളാണ് അവിടെ അവശേഷിച്ചിരുന്നത്. അതിൽ 3 പെൺകുരങ്ങുകളെയാണ് കാണാതായിട്ടുള്ളത്. ഒരു ആൺകുരങ്ങ് മാത്രമാണ് കൂട്ടിലുള്ളത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഏഴൊക്കെയാണ് തിരുപ്പതിയിൽ നിന്ന് ഹനുമാൻ കുരങ്ങുകളെ ഇവിടേക്ക് എത്തിച്ചത്. അതിലുള്ള കുരങ്ങുകളുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു കിടങ്ങിൽ മരച്ചില്ലകളിലാണ് ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട് എന്ന് പറയുന്നത്. ആ കിടങ്ങ് ചാടി പുറത്തേക്ക് പോയെന്ന് മാത്രമാണ് മൃഗശാല അധികൃതർ പറയുന്നത്. അതേസമയം മൃഗശാലയുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ മൃഗശാലയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇവിടെ ഒരു വല്ലഭം എന്ന് പറയുന്ന ഒരു വലിയ മരമുണ്ട്. ഈ മരത്തിന് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അവിടെ നിന്ന് ഇതിനെ അതിന് ആഹാരമൊക്കെ കൊടുത്ത് അനുനയിപ്പിച്ച് ഈ കിടങ്ങിലെ, അതായത് ഈ കൂട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. ഈ മൃഗശാല അധികൃതർ, വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ മൃഗശാല കോമ്പൗണ്ട് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലുകൾ ഇപ്പോൾ എന്തായാലും എടുത്തിട്ടുള്ളത്. ഈ ഗേറ്റ് കടന്ന് നമുക്കും അകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ പ്രവേശനം ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ അകത്തേക്ക് കടത്തിയാൽ ഇതിനെ വലിയ രീതിയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് മൃഗശാല അധികൃതർ എന്തായാലും വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ. പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാതെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നൊരു നിലവിലെ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഉടൻ തന്നെ ഇതിനെ കൂട്ടിലേക്ക് അനുനയിപ്പിച്ച് കയറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അത് കഴിയുമെന്നുള്ളതാണ് ക്യൂറേറ്റർ ഉൾപ്പെടെയുള്ളവർ, മൃഗശാല സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മൃഗശാലയുടെ സെക്യൂരിറ്റി വിങ്ങും അതുപോലെ തന്നെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് മൃഗശാല അവധിയാണ്. കാരണം തിങ്കളാഴ്ച ദിവസം സാധാരണഗതിയിൽ അവധിയാണ്. ഇന്നലെ വളരെ തിരക്കുണ്ടായിരുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് പൊതുവെ അവധി ദിവസം കൂടിയാണ്. അപ്പോൾ ഇതിനെന്തായാലും വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാകില്ല മൃഗശാലയ്ക്ക്. അതുകൊണ്ട് തന്നെ അനുനയിപ്പിച്ച് ഈ കൂട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ഇപ്പോൾ തുടരുകയാണ്. അഞ്ജന, ഇന്ന് രാവിലെ ഒരു 7 മണിയോടുകൂടിയാണ് ഡോക്ടർ അരുൺ ഈ കുരങ്ങുകൾ ചാടിപ്പോയത്. 3 പെൺകുരങ്ങുകളാണ്. ഇപ്പോൾ ആ കൂട്ടിൽ ഇനി ഒരു ആൺകുരങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ റീനു സൂചിപ്പിച്ചതുപോലെ കിടങ്ങിൽ നിന്നും ഇത് ചാടി കടക്കുകയായിരുന്നു. മൃഗശാലയുടെ വളപ്പിൽ 3 പേരും കൂടെ പോയിരിക്കുകയാണ് ഡോക്ടർ അരുൺ. ഒരു ആൺകുരങ്ങിനെ മാത്രമാണ് ഇപ്പോൾ കൂട്ടിൽ ബാക്കി വെച്ചിരിക്കുന്നത്. ബാക്കി 3 കുരങ്ങുകൾ ഈ മൃഗശാലയുടെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. കൺസർവേഷന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഹനുമാൻ കുരങ്ങുകൾക്ക് ചരിത്രപരമായൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള കുരങ്ങാണ് ഹനുമാൻ കുരങ്ങ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് റിനു ശ്രീധറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഹനുമാൻ കുരങ്ങ് എങ്ങനെയാണ് ഈ ഹനുമാൻ കുരങ്ങുകൾക്ക് ചിത്രപരമായി ഒരുപാട് പ്രാധാന്യം? ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്നത് ആ ഒരു സ്പീഷീസിന്റെ പേരാണ് കേട്ടോ. ആ ഹനുമാൻ കുരങ്ങ് പെട്ട 3 പെൺകുരങ്ങുകളാണ് ഇപ്പോൾ ചാടിപ്പോയിരിക്കുന്നത്. റിനു പറഞ്ഞോളൂ, ഇതിന്റെ കൺസർവേഷൻ പെർസ്പെക്റ്റീവിൽ ഈ ഹനുമാൻ കുരങ്ങുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുന്ന് ചാടിപ്പോയതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ പുറകെ ഓടി ക്ഷീണിച്ചവരാണ് നമ്മൾ എല്ലാവരും. അവസാനം അതിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ വംശനാശ ഭീഷണി നേരിടുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അങ്ങനെ പറയാനും പറ്റില്ല എന്ന് വേണം കരുതാം. പക്ഷേ നമ്മുടെ ഈ മൃഗശാലയിൽ അതിന് എണ്ണം അപൂർവമാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതിനെ പിടികൂടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അശ്രാന്ത പരിശ്രമത്തിലാണ്. എന്തായാലും ഈ കുരങ്ങുകളെ പെട്ടെന്ന് തന്നെ പിടികൂടി കൂട്ടിനകത്തേക്ക് കയറ്റുവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. കാരണം ഇന്ന് വലിയ രീതിയിലുള്ള തിരക്കില്ല ഇതിനകത്ത്. വലിയ മതിൽക്കെട്ടിനുള്ളിലെ ഒരു കോമ്പൗണ്ടാണ് ഈ മൃഗശാല സൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് പിടികൂടാൻ കഴിയും. ഇന്നിപ്പോൾ ആളുകളോ ആരവങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് അതിനെ കൂട്ടിലേക്ക് കയറ്റുവാൻ, അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ മൃഗശാലയ്ക്കുള്ളിലെ വൻമരത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, ഈ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി ഹനുമാൻ കുരങ്ങ് അല്ല അത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ പ്രദേശത്ത് എവിടെയോ ഇതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അഞ്ജന, നമ്മളൊന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് ഈ അല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഹനുമാൻ കുരങ്ങല്ല, അത് കരിങ്കുരങ്ങല്ല, അത് സിംഹവാലനാണെന്നാണ് നമുക്ക് സിംഹവാലൻ കുരങ്ങാണ്. ഉടനെ ഇതിനെ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അവൻ വന്ന് നോക്കുന്നുണ്ട്. അവനും കൂടി ചാടി പോകാനുള്ള ശ്രമമാണോ അറിയില്ല. ഈ കുരങ്ങ് ചാടിപ്പോകത്തക്ക രീതിയിലാണോ അവിടെ ഈ വൃക്ഷത്തലപ്പുകളും ശിഖരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്? ഈ അവശേഷിക്കുന്ന ആ ആൺ ഹനുമാൻ കുരങ്ങിന്റെ അവസ്ഥ, ഐ മീൻ, പുള്ളി എങ്ങനെ അതിനകത്ത് ഇരിപ്പുണ്ടോ, അവിടെ തന്നെ ഉണ്ടോ? ആൺകുരങ്ങ് ഇപ്പോഴും കൂട്ടിൽ തന്നെ ഉണ്ട് ഡോക്ടർ അരുൺ. അത് ഇതുവരെയും ചാടിപ്പോയിട്ടില്ല, അത് സുരക്ഷിതമാണെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ പെൺകുരങ്ങുകൾ 3 ചാടിപ്പോയത്. അതിനുവേണ്ടി അതിനെ തിരികെ കൂട്ടിൽ കയറ്റാനുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തി വരുന്നു. എന്തായാലും ഈ കോമ്പൗണ്ടിൽ തന്നെ കുരങ്ങുകൾ ഉണ്ട് എന്നുള്ളത് തികച്ചും ആശ്വാസകരമാണ്. അതിനാൽ തന്നെ അധികൃതർ കൂടുതൽ ശക്തമായി ഈ കുരങ്ങുകളെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഡോക്ടർ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ്. ഹനുമാൻ കുരങ്ങുകൾ 3 ചാടിപ്പോയത്. ഒരു ഹനുമാൻ കുരങ്ങ്, ആൺ ഹനുമാൻ കുരങ്ങ് മാത്രം ഇപ്പോൾ അവിടെ അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെ ചാടിപ്പോകാനൊക്കെ സാധ്യതയുണ്ടോ അവിടെ, റിനു? നമുക്ക് അവിടെ പോയി കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഇതിങ്ങനെ തുറന്നു വിടുമ്പോൾ സ്ഥിരം തുറന്നു വിടുന്നത് പോലെയല്ലേ ഇന്നും തുറന്നു വിട്ടിട്ടുള്ളൂ? അതാ ആരെങ്കിലും ആ കൂടടയ്ക്കാൻ മറന്നതാണോ? എന്താണ് സംഭവം? ചാടിപ്പോവാനുള്ള സാഹചര്യം നമുക്കറിയാം. ഇതിനു മുൻപ് ഏകദേശം 1.5 വർഷം മുൻപ് ഒരു കുരങ്ങ് ഇവിടെ നിന്ന് ചാടിപ്പോയിരുന്നു. അപ്പോൾ സ്ഥിരം ഇവിടെ കുരങ്ങിന് ചാടാനുള്ള ഒരു സാഹചര്യമുള്ള മൃഗശാലയാണെന്ന് പറയേണ്ടി വരുമോ? അഞ്ജന, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു സിംഹവാലൻ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയിരുന്നു. ഈ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മൃഗശാലയിലെ വെറ്റിനറി ഡോക്ടർമാരിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ മരച്ചില്ലകളിലേക്ക് ചാടിപ്പോകുവാൻ വേണ്ടി കഴിവുള്ള ഒരു കുരങ്ങാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗശാലയിൽ ഇതിനെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കിടങ്ങ് പോലുള്ള പ്രദേശമാണ്. അതിനകത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതിനെ സുരക്ഷിതമായി തന്നെ പാർപ്പിച്ചിരിക്കും. പക്ഷേ അന്ന് അധികൃതർ പറഞ്ഞത് ഈ ഉയരം കൂടിയ മരങ്ങളെല്ലാം തന്നെ മാറ്റി ഇതിനെ പ്രത്യേക ഒരു സംവിധാനത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റാൻ വേണ്ടി മൃഗശാല അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചാടിപ്പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്ഥലത്ത് തന്നെ ഉയരം കൂടിയ മരച്ചില്ലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂട് തുറന്നു കഴിഞ്ഞാൽ ഇത് വെളിയിലേക്ക് ചാടും, ഈ മരച്ചില്ലകളിലേക്ക് കയറും, ഇതിന് പുറത്തേക്ക് പോകുവാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇത് ചാടിപ്പോയപ്പോൾ ൊക്കെ തന്നെ നമുക്ക് അധികൃതർ പറഞ്ഞത്. പക്ഷേ അത്തരം ഒരു ക്രമീകരണത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു വിശദീകരണം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്യൂറേറ്ററും അതുപോലെ തന്നെ മൃഗശാല സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഹനുമാൻ കുരങ്ങുകൾ നമ്മൾ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യപൂർവമായി അല്ലെങ്കിൽ ഒരു എണ്ണത്തിൽ കുറവാണ് ഈ മൃഗശാലയിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടുന്ന ഒരു ചുമതല ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഇവർ ഈ കൂട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇതിനെ കാണാനില്ല എന്നുള്ളൊരു വിവരം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനെ ഉള്ളിൽ തന്നെ മരച്ചില്ലകളിൽ ഉണ്ട് എന്നുള്ളത് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൂടിന് പുറത്തുള്ള മരച്ചില്ലകളാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് ചാടിപ്പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് നഗരത്തിലേക്ക് പ്രവേശിക്കും. നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു കുരങ്ങ് ചാടിയപ്പോൾ തന്നെ ഈ ഏകദേശം 1 വർഷത്തിന് മുമ്പ് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇതിനെ പിടികൂടുന്നതിന് വേണ്ടി ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് മൃഗശാല അധികൃതരും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിന്. ഹനുമാൻ കുരങ്ങിന് ചെറിയ ആക്രമണ സ്വഭാവമൊക്കെ ഉണ്ട്. അത്
അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടി വരും പുറത്തു പോയാൽ. 2023 സമാനമായ രീതിയിൽ ഈ ഹനുമാൻ കുരങ്ങൊന്ന് പുറത്തു പോയിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തു. അപ്പോൾ ആക്രമണ സ്വഭാവമുണ്ടോ? ഇവരുടെ ഒരു പ്രതികരണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളുടെ കുരങ്ങിൻ്റെ അല്ല, അവിടെയുള്ള നമ്മുടെ അധികൃതരുടെ അധികൃതരുടെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിച്ചിരുന്നു. അവർ കുറച്ചു നേരം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അവരും ഇതിനെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ്. തീർച്ചയായും ഈ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പുറത്തു പോകാതെ തന്നെ ഇതിനെ കൂട്ടിൽ എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നഗരത്തിലുള്ളവർ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സാഹചര്യവശാൽ ഇത് പുറത്ത് കടക്കുകയാണെങ്കിൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ആക്രമണ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഹനുമാൻ കുരങ്ങുകൾക്കായുള്ള തെരച്ചിൽ അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. എല്ലാവരും തങ്ങളുടെ വീടുകളിനടുത്തുള്ള മരക്കൊമ്പുകളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പ്രത്യേകിച്ചും മ്യൂസിയം വളപ്പിലൊക്കെയുള്ള ആളുകൾ, അതിനടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ, നന്ദൻകോട് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ, അവിടെയൊക്കെ ധാരാളം മരങ്ങളുണ്ട്. ഏതെങ്കിലും വീടുകളിലുള്ള മരങ്ങൾ വഴിയൊക്കെ ആയിരിക്കും ഇത് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടങ്ങളിൽ ഈ ഹനുമാൻ കുരങ്ങിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അത് അറിയിക്കുക. 3 ഹനുമാൻ കുരങ്ങുകളാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത്.